അങ്ങനെ ഗംഗാവലിപ്പുഴയിലിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവന്. ഞാൻ അപ്പോളേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവില്ല, ക്യാബിന് അധികം പരിക്കുണ്ട്, ചിന്നിച്ചിതറൂല. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓന ആ ക്യാബിൻ്റെ ഉള്ളിലുണ്ടാവും. ഞാൻ പറഞ്ഞതാ, ശരിയായില്ലേ? ഉറപ്പായിട്ടും ഓനെയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ഞാൻ പല ആളുകളും പലതും പറഞ്ഞു വണ്ടി കിട്ടാനാണ്, അർജുന് കിട്ടാനല്ല. ആ വണ്ടി ഞാൻ ഇപ്പം പറയുന്നു, ആ വണ്ടി ജസ്റ്റ് പൊന്തിക്കുക, അതിന്ന് ഓനെടുക്കുക, ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക്. നമുക്ക് ആ വണ്ടിയും വേണ്ട, ആ മരവും വേണ്ട, ഒന്നും വേണ്ട. ഇന്ത്യ എന്നുള്ള ഒരൊറ്റ വികാരത്തിൽ നിന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആരായിക്കോട്ടെ, മനാഫ് അർജുനും വേണ്ടി പ്രവർത്തിക്കണം. ചിലപ്പം മനാഫിനും വേണ്ടി ചിലപ്പോൾ അർജുനായിരിക്കും പ്രവർത്തിക്കുക. മതങ്ങളിലൂടെ ഒരിക്കലും നിങ്ങൾ ഡിവൈഡ് ചെയ്യരുത് ഒരു വിഷയങ്ങളെ. ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബേരഞ്ചുള്ളിക്കൽ. മനാഫിൻ്റെ വാക്കുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സമാധാനമുണ്ട്, പക്ഷേ സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആ സമാധാനം, നമ്മൾ സമാധാനം കണ്ടെത്തുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. വലിയ വലിയ പ്രതീക്ഷകളുമായിട്ട് പോകും. ചിലപ്പോൾ നമ്മൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നേടിയെടുക്കാൻ കഴിയുള്ളൂ. അതിലാണ് നമ്മൾ സമാധാനിക്കുന്നത്. അത്തരത്തിലൊരു സമാധാനമാണ് ഇപ്പോൾ മനാഫിനൊപ്പം കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്, അർജുൻ്റെ കുടുംബത്തിനുള്ളത്. ജീവനോടെ തിരിച്ചു വരുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷെ ഇത്രയും വൈകിയപ്പോൾ ആ പ്രതീക്ഷകൾ മാഞ്ഞു തുടങ്ങി. എന്നിരുന്നാലും ഒരാളെ കാണാതായി കഴിഞ്ഞാൽ അയാൾ എവിടെയുണ്ടാകും എന്നുള്ളൊരു ചിന്ത നമ്മളെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. ആ ഒരു ചിന്ത മാത്രമേ മാറിയിട്ടുള്ളൂ. ബാക്കി ഒരാൾ ഇല്ലാതാവുമ്പോൾ ഉണ്ടാകുന്ന അയാളെ ശൂന്യത സൃഷ്ടിക്കുന്ന ദുഃഖം ആരുടെയും മനസ്സിൽ നിന്ന് വിട്ടുപോകില്ല. പക്ഷേ ഈ സമാധാനം മലയാളികളിലേക്ക് കൊണ്ടുവരുന്നതിൽ അതിനുവേണ്ടി ഉറച്ചു നിന്ന 72 ദിവസവും ഉറച്ചു നിന്നൊരു വ്യക്തിയാണ് മനാഫ്. ഈ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമയാണ്. അതോടൊപ്പം തന്നെ അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ. പക്ഷേ മനാഫ് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ആ പേര് എന്തുകൊണ്ട് എടുത്തു പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലോറിയുടെ ഉടമസ്ഥൻ രക്ഷാപ്രവർത്തനത്തിന് നിൽക്കുന്നു എന്നത് മാത്രമായിരുന്നു അദ്ദേഹം നേരിട്ട പ്രശ്നം. ജീവിതത്തിൽ അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അയാളുടെ സ്ഥാപനത്തിൽ മറ്റൊരാൾ കയറി ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും അയാളുടെ സ്ഥാപനം ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നമായിരിക്കാം. എന്തെങ്കിലും കൊണ്ട് അയാളുടെ സ്ഥാപനം കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് അർജുനെ കാണാതാവുന്നത്. അർജുനെ കാണാതാവുന്ന വിഷയത്തിൽ അദ്ദേഹം നേരിട്ട ആരോപണങ്ങളൊന്നും ചെറുതല്ല. നമ്മുടെ നാട്ടിൽ ഈ ജാതിയും മതവും, പേരിലുള്ള ജാതിയും മതവും നോക്കി കഥകൾ മെനയുന്ന നികൃഷ്ട ജീവികളുള്ള നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. എന്തൊക്കെ ആരോപണങ്ങൾ ഈ മനുഷ്യൻ കേട്ടെന്നറിയാവും. പക്ഷേ ആ ആരോപണങ്ങളൊക്കെ കേട്ടുകൊണ്ട് 72 ദിവസം തളരാതെ അവിടെ പിടിച്ചു നിന്നുള്ളതാണ് ശരി. 72ാം ദിവസം ഡ്രഡ്ജ് ചെയ്യാൻ വന്ന ഈ മണ്ണ് മാറ്റുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന സാമഗ്രികളുമായിട്ട് ഡ്രഡ്ജർ തിരിച്ചു പോകുന്നു. ഗോവയിൽ നിന്ന് വന്ന ഡ്രഡ്ജർ തിരിച്ചു പോകേണ്ട ദിവസമായിരുന്നു. അത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്ന ആ ദിവസമാണ് അർജുൻ്റെ ശരീരം അവർക്ക് കിട്ടുന്നത്. മനാഫ് എന്ന മനുഷ്യനെ നമ്മൾ തിരിച്ചറിയുന്ന സമയമാണിത്. ആ ശരീരം കിട്ടിയ ശേഷം അദ്ദേഹം ചാനലുകൾക്ക് നൽകിയ ചില പ്രതികരണങ്ങളാണ്. അത് നമ്മളോട് തന്നെയുള്ള ചോദ്യങ്ങളാണ്, നമ്മുടെ മനസാക്ഷിയോടുള്ള ചില ചോദ്യങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ് ആ വീഡിയോകൾ റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഗംഗാവലിപ്പുഴയിലിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവന്. ഞാൻ അപ്പോളേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവില്ല, ക്യാബിന് അധികം പരിക്കുണ്ട്, ചിന്നിച്ചിതറൂല. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓന ആ ക്യാബിൻ്റെ ഉള്ളിലുണ്ടാവും. ഞാൻ പറഞ്ഞതാ, ശരിയായില്ലേ? ഉറപ്പായിട്ടും ഓനെയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ. ഇത് അദ്ദേഹം ആദ്യം മുതലേ തന്നെ പറയുന്നൊരു കാര്യമായിരുന്നു. ആ ക്യാബിനുള്ളിൽ തന്നെ അദ്ദേഹം ഉണ്ടാകും. ആ ക്യാബിൻ അത്രയ്ക്കും ഉറപ്പുള്ളതാണ്, അല്ലെങ്കിൽ ആ ക്യാബിൻ മണ്ണിടിച്ചിൽ ചിതറിപ്പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ലോറിയുടെ അകത്ത് തന്നെ അർജുൻ ഉണ്ടാകും. ആദ്യമൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹം ജീവനോടെ ഉണ്ടാകും ലോറിയുടെ അകത്ത് തന്നെ എന്നായിരുന്നു. കരയിൽ നിന്നുള്ള മണ്ണ് മാറ്റി നോക്കിയ സമയത്ത് നമ്മൾക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അന്ന് ഇസ്രായേലിലുള്ള ആളുകളൊക്കെ കാര്യം ശരി, അദ്ദേഹം ആദ്യം കാണിച്ച ഒരാവശ്യത്തെ നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷേ കൃത്യമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് അദ്ദേഹത്തിൻ്റെ അശാസ്ത്രീയമായ പല കണ്ടെത്തലും കൊണ്ടായിരുന്നു. അതിന് വിമർശിക്കാതെ പോയി. അദ്ദേഹം കാണിച്ച ആവശ്യമൊക്കെ നല്ലത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കരയിൽ വെച്ച് കണ്ടെത്തുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ലോറിയുടെ അകത്തായിരുന്നുണ്ടെങ്കിൽ ജീവനോടെ ലഭിക്കും. ആ ഒരു വിശ്വാസം ഈ മനാഫ് എന്ന മനുഷ്യനുണ്ടായിരുന്നു. നമ്മൾ പലരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഈ മനാഫിനെ പോലെ ഒരു സുഹൃത്തുണ്ടായിരുന്നെങ്കിലെന്ന്. സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് അങ്ങനെയാണ് വരുന്നത്. മനാഫിനെ പോലൊരു കൂട്ടുകാരൻ മതി, വേറെ ഒന്നും വേണ്ട എന്നുള്ളത്. 72 ദിവസം
അവിടെ അർജുൻ ഉണ്ട് എന്ന വിശ്വാസത്തിൽ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരുടെ ഭാഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ്റെ ആത്മാവിന് പ്രിയപ്പെട്ടവരെ പിരിഞ്ഞുപോയാലും ദുഃഖത്തിനപ്പുറം ആശ്വാസമാകുന്ന ഒരു കാര്യം 72 ദിവസവും തൻ്റെ ജീവൻ വിട്ടുപോയ ശരീരത്തിനടുത്ത് നിന്ന സുഹൃത്തായിരിക്കും. അതുപോലൊരു സുഹൃത്തുണ്ടാകാൻ എല്ലാവരും ആഗ്രഹിച്ചു പോകും. അദ്ദേഹത്തിൻ്റെ ഉറപ്പായിരുന്നു അത് ആ ലോറിയുടെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ സംഭവിച്ചു. ആ ലോറി കിട്ടി. ലോറിയുടെ ക്യാബിനകത്ത് തന്നെയായിരുന്നു അർജുൻ്റെ ശരീരം കണ്ടെത്തിയത്. ഇനി അത് ഇവിടെ എത്തിക്കുന്നത് വരെ വിശ്രമമില്ല, ഇവിടെ എത്തിച്ചിരിക്കും, അല്ലാതെ പിന്മാറില്ല എന്നുള്ളതായിരുന്നു. അദ്ദേഹം മറ്റൊരു വാർത്താ ചാനലിനോട് പറഞ്ഞൊരു കാര്യം, ഇതിനി 2 വർഷം നീണ്ടിരുന്നാൽ പോലെയും ഞാൻ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു എന്നുള്ളത്. അതേപോലെ നിൽക്കുന്നൊരു സുഹൃത്തിനെ കിട്ടാനായിട്ട് ഭാഗ്യം വേണം. കാരണം ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ഇല്ല. ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കഴിയും അതിന് പരമാവധി നമ്മൾ ചെയ്ത്. ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് എന്തിനു നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു. സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. അതെ, തോൽക്കാനുള്ള മനസ്സില്ല. എന്തായാലും ഓനെ കൊണ്ട് പോവുള്ളൂ. അത് ഞാൻ പറഞ്ഞതതിനും ആ വാക്ക് അമ്മക്ക് പാലിച്ചു കൊടുത്തിട്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും കുടുംബത്തിനും കൊടുത്തൊരു വാക്കായിരുന്നു. അച്ഛനും അമ്മയ്ക്കും മകനും കൊടുത്ത വാക്കായിരുന്നു. അർജുനെയും കൊണ്ടേ ഞാൻ വരൂ, ജീവനോടെ കൊണ്ടുവരണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല എല്ലാം സംഭവിക്കുന്നത്. എത്ര തവണയാണ് രക്ഷാപ്രവർത്തനം നിർത്തിയത്? ഇത് 3ാമത്തെ ഘട്ടമാണ്. ആദ്യത്തെ ഘട്ടം കുറച്ച് ദിവസം കഴിഞ്ഞ് നിർത്തി, വീണ്ടും സമ്മർദ്ദം ചെലുത്തി. അതേപോലെ കേരള സർക്കാരും ഇടപെട്ടു. രാഷ്ട്രീയ സമ്മർദ്ദമായിട്ട് കേരള സർക്കാർ ഉണ്ടായിരുന്നു. ആ പ്രദേശത്തെ MLAയും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കർണാടക സർക്കാർ ഒരു ഈസി ഗോയിങ്ങിലേക്ക് പോകുമായിരുന്നു. പക്ഷേ അതിനൊക്കെ പ്രതിരോധിച്ച് വീണ്ടും വീണ്ടും രക്ഷാദൗത്യം പുനരാരംഭിക്കാനുള്ള ശ്രമം നടത്തിയത്. അതിന് എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. കൂടെ മനാഫ് അയാളൊരു സാധാരണക്കാരനെ പോലെയാണ്. അതിന് തന്നെ എന്തൊക്കെയോ വിമർശനം നേരിട്ടു. അത് ലോറി കണ്ടെത്താൻ ശ്രമിക്കുന്നതിനെ സംബന്ധിച്ചിട്ട്. ലോറിയാണ് ഇദ്ദേഹത്തിൻ്റെ താല്പര്യമല്ലാതെ അർജുൻ്റെ ജീവനല്ല. ലോറി തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് അയാൾ കിടന്ന് പെടാപ്പാട് പെടുന്നതെന്ന് പറഞ്ഞിട്ട് എത്രയോ വിമർശനങ്ങളാണ് വന്നത്. അതുമാത്രമാണോ, എത്രയോ വിഷജന്തുക്കൾ എന്തൊക്കെയോ കഥകൾ പറഞ്ഞുണ്ടാക്കി. അയാളുടെ അച്ഛനെ വരെ വെറുതെ വിട്ടിട്ടില്ല മനാഫിൻ്റെ. കഴിഞ്ഞ ദിവസം കർണാടകയിൽ ഒരു കൊലപാതകം നടന്നില്ല. ഒരു സ്ത്രീയെ പല കഷ്ണങ്ങളായിട്ട് വെട്ടി നുറുക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചു. അവരുടെ കാമുകൻ്റെ പേരിന് ഒരു മതവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ, മെയിൻ മാധ്യമങ്ങളല്ല, ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്, ജിഹാദിയുടെ പിന്നാലെ പോയാൽ അല്ലെങ്കിൽ ലവ് ജിഹാദിന് പിന്നാലെ പോയാൽ ഇങ്ങനെയിരിക്കും, കഷ്ണം കഷ്ണമായിട്ട് ഫ്രിഡ്ജിലിരിക്കും എന്ന രീതിയിലാണ്. പക്ഷെ ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ് മറ്റൊരു രീതിയിലാണ്. കൊന്നത് ഈ പറയുന്ന മതവിഭാഗത്തിൽപ്പെട്ട ആളല്ല എന്ന രീതിയിലാണ് അന്വേഷണം പോകുന്നത്. അപ്പോൾ ആർക്കൊന്നും പറയാനില്ല. നമ്മുടെ ഉള്ളിലേക്ക് മനുഷ്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മതങ്ങളാണ് ഉദിച്ചുയർന്നു നിൽക്കുന്നത്. വല്ലാത്തൊരവസ്ഥയാണ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ഞാൻ പല ആളുകളും പലതും പറഞ്ഞു. വണ്ടി കിട്ടാനാണ്, അർജുനെ കിട്ടാനല്ല. ആ വണ്ടി ഞാൻ ഇപ്പം പറയണ്, ആ വണ്ടി ജസ്റ്റ് പൊന്തിക്കുക, അതിന്ന് ഓനെടുക്കുക, ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക്. നമുക്ക് ആ വണ്ടിയും വേണ്ട, ആ മരവും വേണ്ട, ഒന്നും വേണ്ട. പലപ്പോഴും ആളുകൾ ഈ ബന്ധത്തെ കണ്ടത് അല്ലെങ്കിൽ ഇയാളുടെ ശ്രമങ്ങളെ ഡിഫൈൻ ചെയ്തത് ഒരു ലോറി ഡ്രൈവറുടെ മുതലാളിക്കുള്ളൊരു ബന്ധമായിട്ടാണ്. അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനോട് തോന്നുന്ന സ്നേഹമായിട്ട് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന അയാളുടെ ലോറി തിരിച്ചു പിടിക്കാൻ, അതിനകത്തുള്ള തടി തിരിച്ചു പിടിക്കാനെന്ന രീതിയിൽ പറയുന്നത്. അല്ലാതെ അർജുന് വേണ്ടിയുള്ള തെരച്ചിലിന് വേണ്ടിയല്ല മനാഫ് ശ്രമിക്കുന്നത്. ഇത്രയും മോശമായിട്ടുള്ള ഒരു കമൻ്റാണ് പറയുന്നത്. അവരുടെയൊക്കെ മുഖത്ത് ആഞ്ഞടിക്കുന്നത് പോലുള്ള മറുപടിയാണ് മനാഫ് ഇപ്പോൾ പറഞ്ഞത്. അവൻ്റെ ശരീരം എടുത്തിട്ട് ലോറി വിട്ടോ, എനിക്ക് ലോറി വേണ്ട എന്ന് പറഞ്ഞത്. സത്യത്തിൽ ഇങ്ങനെ കരണം പൊത്തിയുള്ള അടി പല ദുഷ്ടലാക്കോടെ പ്രവർത്തിക്കുന്ന പല വ്യക്തികൾക്കും പല ഓൺലൈൻ മാധ്യമങ്ങൾക്കും ആവശ്യമാണ്. എന്ത് കണ്ടാലും അത് ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള പേരുകളുണ്ടെങ്കിൽ അവരെയൊക്കെ ഒരു സൈഡിൽ കൊണ്ട് നിർത്തുക എന്ന് പറയുന്നത് അത്യധികം നികൃഷ്ടമായൊരു കാര്യമാണ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കർണാടകയിൽ നടന്ന ആ സംഭവം ഇപ്പം ആർക്കൊന്നും പറയാനില്ല അതേക്കുറിച്ച്. കാരണം എന്താ, പേര് മാറി, പേരിലെ മതം മാറി. ഇനിയിപ്പോൾ ഒന്നും പറയേണ്ട കാര്യമില്ല. അതുവരെയും ഞങ്ങൾ മതം കൂട്ടിക്കലർത്തി വിദ്വേഷ പ്രചരണങ്ങൾ നടത്തും. അതേമാതിരി തന്നെ ഇങ്ങനത്തെ പ്രയാസപ്പെടുന്ന ഫാമിലിനെ ഒരിക്കലും പ്രയാസപ്പെടുത്തരുത്. അർജുന് വണ്ടിയായിട്ട് കടന്നു കളഞ്ഞു, അർജുന് വണ്ടിയിലില്ല, അങ്ങനെ പല 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 കഥകളും പ്രചരിപ്പിച്ച് എത്ര മാനസികമായിട്ടും പവർഫുള്ളായ ആളായിക്കോട്ടെ, ഇങ്ങനത്തെ ആരോപണങ്ങളും കമൻസും വരുമ്പോഴും തളർന്നു പോവും.
നമ്മൾ എന്തിനാണ് എനിക്ക് മനസ്സിലാവില്ല, നമ്മളെന്തിനാ ഓരോ മതങ്ങളുടെ പേരിൽ എന്തിനാ വിഭജിക്കുന്നത്? നമ്മൾക്ക് ഒരൊറ്റ വികാരം പോലും, നമ്മൾ ഇന്ത്യക്കാരാണ്, മലയാളികളാണ്. ഇന്ത്യ എന്നുള്ള ഒരൊറ്റ വികാരത്തിൽ നിന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആരായിക്കോട്ടെ, മനാഫ് അർജുനും വേണ്ടി പ്രവർത്തിക്കണേ, ചിലപ്പം മനാഫിനും വേണ്ടി ചിലപ്പോൾ അർജുനായിരിക്കും പ്രവർത്തിക്കുക. മതങ്ങളിലൂടെ ഒരിക്കലും നിങ്ങൾ ഡിവൈഡ് ചെയ്യരുത് ഈ ഒരു വിഷയങ്ങളെ. ഈ വിഷയത്തിൽ എൻ്റെ മരിച്ചുപോയ വാപ്പനെ എല്ലാവരും എത്ര പ്രാവശ്യം ചീത്ത പറയുന്നുണ്ട്, അത് കേൾക്കുമ്പോൾ വിഷമാവും. സീരിയസ്ലി ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇതുപോലുള്ള കഥകൾ. എന്തൊക്കെ കഥകളാണ് പറഞ്ഞതെന്നറിയില്ലേ? ഈ മനാഫിൻ്റെ അച്ഛൻ കള്ളക്കടത്തുകാരനാണ്, മനാഫ് കള്ളക്കടത്തുകാരനാണ്, ആ വണ്ടിയിൽ ചന്ദനത്തടിയുണ്ട്, ആ വണ്ടിയിൽ കുഴൽപ്പണമുണ്ട്, ഹവാല കള്ളപ്പണം അതൊക്കെ ഉണ്ടായിരുന്നു ആ വണ്ടിയിൽ. ലോറിയുമായിട്ട് അർജുൻ കടന്നു കളഞ്ഞതാണ്. ബൈജു എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് അത്യധികം മോശമായിട്ട് വിഷം ചീറ്റിയത്. അയാൾ പണ്ട് അറസ്റ്റിലായതാണ് ഒരു വിഷയത്തിൽ, ആര്യ ഹോട്ടലുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള വിദ്വേഷ പ്രചരണം നടത്തിയതിൻ്റെ പേരിൽ അയാൾ അറസ്റ്റിലായതാണ്. അതിൻ്റെ ചുവട് പിടിച്ച് എന്തൊക്കെ കഥകളാണ് പരത്തിയെന്നറിയാമോ? അങ്ങനെ ഒരു മതത്തിൽപ്പെട്ട ഒരാളാണ് ഉടൻ തന്നെ അയാളെ സ്പോട്ട് ചെയ്ത് മുന്നിലിട്ട് കൊടുക്കുക. കാലാകാലങ്ങളായിട്ട് മനസ്സിൽ കിടക്കുന്ന ഒരു വിദ്വേഷം, ആ വിദ്വേഷത്തിനൊക്കെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും, ആ വിദ്വേഷം മനസ്സിലിരിക്കുന്നിടത്തോളം കാലം എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഈ രീതിയിലുള്ള കമൻട്രിയാണ് വരുന്നത്. എന്തൊരു വിഷമമുണ്ടാണ്. പക്ഷെ ആ മനാഫ് എന്ന് പറയുന്നയാൾ, അയാളൊരു മനുഷ്യനാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അയാൾ പറഞ്ഞ വാക്ക് കൃത്യമാണ്. നിങ്ങൾ മനുഷ്യരാണെന്ന് മനസ്സിലാക്കിയാൽ പോരെ, എന്തിനാണ് ഈ മതങ്ങൾ വലിച്ചിടുന്നത്? നമ്മളെല്ലാവരും ഭാരതീയരാണ്. ഇത് പണ്ട് തുടങ്ങി നമ്മൾ ചൊല്ലിപ്പടിച്ച പ്രതിജ്ഞയാണ്. കുറെ ആളുകൾ വിധ്വംസക പ്രവർത്തനം നടത്തുന്നു എന്ന് വെച്ചിട്ട് ആ പേരുള്ള എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വീട് വിട്ടൊക്കെ താമസിക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ മതങ്ങൾക്ക് അപ്പുറമുള്ള മനുഷ്യൻ്റെ ബന്ധം മനസ്സിലാവുന്നത്. നമ്മുടെ നാട് വിട്ടൊക്കെ പോകുമ്പോൾ മനുഷ്യരിൽ വ്യത്യസ്തരായി കാണുന്ന രൂപം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് മതങ്ങൾ കൊണ്ട് മനുഷ്യരളക്കുക, പേരുകൊണ്ട് മനുഷ്യരളക്കുക, അതും ഇതുപോലുള്ള ദുരന്ത സമയത്തൊക്കെ ഈ നികൃഷ്ടജീവിയുടെ എല്ലാ ദുരന്ത സമയത്തും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തും ഇതേ രീതിയിലായിരുന്നു. മനുഷ്യരായി കാണാൻ ഇവർ പഠിക്കാൻ എത്ര കാലമെടുക്കുമെന്നറിയില്ല. പക്ഷെ അതൊക്കെ അതിജീവിച്ച ആ മനുഷ്യൻ അവിടെ കൂടെ നിന്നു. അതുകൊണ്ടാണ് മനാഫ് എന്ന മനുഷ്യൻ എന്ന് പറയാൻ തോന്നുന്നത്. മനാഫ് എന്ന മനുഷ്യൻ, അത് നമ്മൾ ഉറപ്പിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. ജാതിയുടെയും മതത്തിനും അപ്പുറം മനാഫ് എന്നതൊരു മനുഷ്യനാണ്. അവസാന നിമിഷം വരെ 72 ദിവസവും അയാൾ പറയുന്നൊരു കാര്യം, ഞാൻ 70 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല പ്രോപ്പറായിട്ട്. പക്ഷെ ഈ വിഷജന്തുക്കളൊക്കെ ഈ വിഷം ചീറ്റിയിട്ട് പോയി കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങും. അവരാരും അർജുനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഈ കേരളത്തിലുള്ള എല്ലാവർക്കും ഇത് ഒരു അഭിമാനിക്കേണ്ട വിഷയമാണ്. കാരണം നമ്മളൊരു മലയാളി ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ പോരാടിയിട്ട് തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കണം. നമ്മൾ വിട്ടുകൊടുക്കണ കൂട്ടത്തിലുള്ള അല്ല എന്നുള്ളത്, വിടൂല എന്നുള്ളത് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കണം ഈ വിഷയത്തിൽ. കാരണം ആ വീട്ടിലേക്കുള്ള ഒരു അത്താണിയായിരുന്നു ആ പോയത്. പക്ഷേ കേരളം മൊത്തം ഓരോ കൂടെ നിന്ന് കൊടുക്കി, അത്ര എനിക്ക് പറയുള്ളൂ. ഈ വിഷജന്തുക്കൾ ഒഴിവാക്കി നിർത്തിയാൽ എല്ലാ കാലത്തും ഉണ്ട്. ഇത് കേരളത്തിൻ്റെ ഒത്തൊരുമ നമ്മൾക്കറിയാം. എത്രയോ കാലങ്ങളായി നമ്മൾ കാണുന്നു. കുറച്ച് വിഷജന്തുക്കളുണ്ട്, അവരിങ്ങനെ വിഷം ചീറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ മനുഷ്യരുടെ എണ്ണം ഇല്ലാതായി പോകുന്നില്ല എന്നൊരു സമാധാനമുണ്ട്. ചിലർ മനുഷ്യരായിരുന്നവർ മെല്ലെ മെല്ലെ ഇതുപോലുള്ള മതത്തിൻ്റെയും മതരാഷ്ട്രീയത്തിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നുണ്ട് എന്നതിനപ്പുറം മനുഷ്യരായിട്ട് നിൽക്കുന്നവരാണ്. ഈ മലയാളികളിൽ കൂടുതൽ മനുഷ്യരെ കാണുന്നത് കേരളം വിട്ടുപുറത്തു പോകുമ്പോഴാണ്. അവിടെ ഈ പറയുന്നത് പോലുള്ള ചിന്താഗതിയൊന്നുമില്ല. എല്ലാവരും മലയാളികളാണ്, കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ള ഒരു ഒത്തൊരുമയാണ് കാണുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഇതുപോലുള്ള വൃത്തികെട്ട ചിന്താഗതിയൊന്നുമില്ല ഉള്ളിൽ. പേര് കേട്ടാൽ ഉടൻ തന്നെ അവരെ ചാപ്പയടിച്ച് വെക്കുന്ന പരിപാടികളൊന്നും കണ്ടിട്ടില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നവരാണ്. അത് നമ്മൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം എന്ന് പറയുമ്പോഴും അത് ജീവനോടെയാണ് വന്നിരുന്നെങ്കിൽ അഭിമാനം കുറെ കൂടി ഉയർന്നേനെ. കുടുംബത്തിൻ്റെ കാത്തിരിപ്പ് സന്തോഷകരമായൊരു വാർത്ത അല്ല എങ്കിൽ കൂടിയും അവസാനിച്ചിരിക്കുകയാണ്. മനാഫിനെ പോലുള്ള മനുഷ്യരെ തിരിച്ചറിയേണ്ട സമയം കൂടിയതാണ്. മനാഫിനൊരു ബിഗ് സല്യൂട്ട്. ഒരുപാട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പറയുന്നത് പോലെ മനാഫിനെ പോലെ ഒരു സുഹൃത്ത് ജീവിച്ചിരിക്കുമ്പോഴും ജീവൻ നഷ്ടപ്പെട്ട ശേഷവും കൂടെ നിൽക്കുവാൻ, കണ്ടെത്തുന്നതുവരെ കൂടെ നിൽക്കുവാൻ. അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ച് തുനിഞ്ഞിറങ്ങിയാൽ അത് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുന്നു എന്ന് പറഞ്ഞൊരു കാര്യം. എന്തൊക്കെ കടന്നുപോയി അതിനിടയിൽ.
കേരളം അതിനിടയിൽ ഒരു ദുരന്തം കൂടി കണ്ടു. ഓണം കടന്നുപോയി. അതിനിടയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചാ വിഷയമായി. എല്ലാ ചർച്ചകളിൽ നിന്നും അർജുനെക്കുറിച്ചുള്ള ചർച്ചകൾ മാറി. പക്ഷെ അപ്പോഴും ഒരാൾ മാത്രം മാറാതെ, അദ്ദേഹം മാത്രമല്ല, ജിതിനും, അവർ രണ്ടുപേരും മാത്രം അങ്ങനെ നിന്നു ഗംഗാവേലി പുഴയുടെ തീരത്ത്. അർജുൻ്റെ ശരീരം അവസാന ഉറക്കത്തിലായിരുന്ന ആ തീരത്ത് അവർ രണ്ടുപേരും. നമ്മളെല്ലാവരും മാറിപ്പോയി ആ തീരത്ത് നിന്ന്. പല പല വിഷയങ്ങൾ വന്നു, പല പല ചർച്ചകൾ വന്നു, നമ്മൾ അവിടെ നിന്നൊക്കെ അകന്നുപോയി. പക്ഷേ ഇവർ രണ്ടുപേർ മാത്രം ആ തീരത്ത് കാത്തു നിന്നു. അവരുടെ ഉള്ളിലുള്ള ആ മനുഷ്യത്വത്തിന് മുന്നിൽ മറ്റൊന്നും സമാനമാവുകയില്ല എന്ന ചിന്തയിൽ ഇത് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.